വർഷങ്ങൾക്ക് ശേഷം എ ഫാമിലി എന്റർടൈനർ. പണ്ടുകാലത്ത് സിനിമയിൽ കയറാൻ ആഗ്രഹിച്ച രണ്ട് യുവാക്കളുടെ കഥ. എ മൂവി സ്പീക്കിംഗ് അഗൈൻസ്റ്റ് നെപ്പോട്ടിസം. Directed by Vinith, son of Srinivasan. Starring Dhyan, son of Srinivasan. Pranav, son of Mohanlal. Kalyani, daughter of Priyadarshan. Music by Amrit Ramnath, son of Bombay Jayashree. Produced by Vishak, grandson of P. Subramanian. And finally, a thanks card to Karan Johar. Nepotism rocks! Nepotism rocks! ഈ യൂണിവേഴ്സിൽ കേരളം എന്നാൽ കണ്ണൂരും കേരളം വിട്ട ചെന്നൈയുമായുണ്ട്. പാഠം തുടങ്ങുന്നത് കണ്ണൂരിലെ ഒരു ഗ്രാമത്തിലാണ്. അവിടെ സംഗീതത്തിൽ വളരെ മികച്ച കഴിവുള്ള ഒരു യുവാവുണ്ടായിരുന്നു. മുരളി ഒരു കള്ളുകൂടിയൻ. കൂടിയെന്നൊക്കെ പറഞ്ഞാൽ രണ്ടെണ്ണം അകത്ത് ചെന്നാൽ ഇങ്ങനെ ഒരു വ്യാളി വേറെ ഉണ്ടാവില്ല. If you think that I'm gonna masturbate after this tonight, you're right. ഇതേ ഗ്രാമത്തിൽ തന്നെ സംവിധാനത്തിൽ താല്പര്യമുള്ള മറ്റൊരുത്തനുണ്ടായിരുന്നു, വേണു. ഇവർ രണ്ടുപേരും വൻ സുഹൃത്തുക്കളാവും. ആ പേരിലെ തന്നെ ബ്രില്യൻസ് കണ്ടോ? മുരളി, വേണു, രണ്ടും ഫ്ലൂട്ടാ. ഈ സമയത്താണ് മുരളി വേണുവിന്റെ കോളേജിൽ ചെല്ലുന്നത്. അവിടെ വെച്ച് അവൻ അവളെ കണ്ടുമുട്ടുകയാണ്, ആൻ. അങ്ങനെ അവർ കത്തുകളിലൂടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുകയാണ്. അനുവാദമുണ്ടെങ്കിൽ രാത്രി വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാം. ഇറ്റ്സ് വിനീത് ശ്രീനിവാസൻ മൂവി. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഈ നാട്ടിലെല്ലാരും കറണ്ട് കണ്ടുപിടിച്ചാലും ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടി മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെക്കും. അപ്പോ ഗൈസ്, ഈ ഫ്രണ്ട്ഷിപ്പ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താവും മുരളിക്ക് ആൻ അവനെ പ്രേമിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നത്. കാരണം അക്കോർഡിംഗ് ടു ലോ ഓഫ് ദിസ് യൂണിവേഴ്സ്, കണ്ണ് കണ്ടാൽ തന്നെ എല്ലാം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ മുരളി അവളെ പ്രപ്പോസ് ആക്കും. ബട്ട് അവൾക്ക് മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. തളർന്നു കിടക്കുന്ന അവളുടെ ചേച്ചിയുടെ ഭർത്താവ് അവളെ സെക്ഷലി യൂസ് ചെയ്യുകയാണ് എന്ന് പറയും. അത് കേട്ടത് മുരളി, അതുകൊണ്ടാണോ നീ അവന് കടന്നു കൊടുത്തത്? ആ പെണ്ണ് അതെന്തിനാ പറഞ്ഞെന്ന് പോലും മനസ്സിലാക്കാത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. ഉടനെ തന്നെ മുരളി അവിടുന്ന് സ്കൂട്ടാവും. ഈ മുരളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിഷമം വന്നാൽ മൂപ്പരപ്പം നാടുവിടും. അവൻ പണ്ട് തൊട്ടേ അങ്ങനെയാ. മനസ്സ് വിഷമിച്ച അപ്പ സ്ഥലം വിട്ടുകളി. അങ്ങനെ ഈ വിഷമത്തിൽ മനംനൊന്ന മുരളി വേണുവിനെയും കൂട്ടി നാടുവിടാൻ തീരുമാനിക്കും. കൽക്കരി വണ്ടിയിൽ കയറി നമുക്ക് മദ്രാശിക്ക് വിട്ടാലോ? ചെന്നൈ. മുരളിയും വേണുവും ചെന്നൈക്ക് പോയതിന് പിന്നിലുള്ള ലക്ഷ്യം ഫിൽറ്റർ കോഫി കുടിക്കാനോ ബൺ പൊറോട്ട തിന്നാനോ തൈര് സാധനം തിന്നാനോ ഒന്നുമല്ല. അവരുടെ ലക്ഷ്യം സിനിമയിൽ കയറുക എന്നതായിരുന്നു. അതിനുവേണ്ടി അവർ കുറെ പരിശ്രമിക്കും, അലയും. അവസാനം വേണുവിന് ഒരു പ്രൊഡ്യൂസറെ കിട്ടും. അവൻ പടം പിടിക്കാൻ നിൽക്കും. അപ്പൊ വേണുവിനൊരാഗ്രഹം, വേണുവിന്റെ പടത്തിൽ മുരളിയുടെ ഒരു പാട്ട് വേണമെന്ന്. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ സാധാരണ ആൾക്കാർക്ക് എന്താ ചെയ്യുക? വേഗം ഒരു പാട്ടുണ്ടാക്കി സിനിമയിൽ കയറാൻ നോക്കും. പക്ഷേ അപ്പു അങ്ങനെയല്ല. അവന് സിനിമയോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പൊ ഓക്കെ, വേണു ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറെ വെച്ച് പടം ചെയ്യും. അപ്പോഴാണ് മുരളിക്ക് ഒരേ വിഷമം. വേണു ഇത്രയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞതല്ലേ, അവനൊരു പാട്ട് കൊടുത്തേക്കാമെന്ന്. വളരെ മോശമായി പോയി. അതുകൊണ്ട് മുരളി ഇന്ദ്രധനുഷിന്റെ അടുത്ത് പോയി പറയും, നീ ഞാൻ ചെയ്ത ജ്ഞാപകം എന്ന പാട്ട് വേണുവിന്റെ പടത്തിലൊന്ന് ഇടണം. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, വേണുവിന്റെ ഒരു ആഗ്രഹമല്ലേ, അതങ്ങ് നടക്കട്ടെ. ഇന്ദ്രധനുഷ്, അതൊന്നും വേണ്ട, നീ തന്നെ വെച്ചോ, ഇതൊക്കെ ഭാവിയിൽ വലിയ പ്രശ്നമാവുമെന്ന് മുരളിയോട് പറയും. ഇത് തപ്പില്ല. പക്ഷെ മുരളി സമ്മതിക്കില്ല. അങ്ങനെ വേണു പോലും അറിയാതെ വേണു മുരളിയുടെ ജ്ഞാപകം വെച്ച് പടം ഇറക്കും. പടം വൻ ഹിറ്റ്. ജ്ഞാപക പാട്ടാണെങ്കിൽ സൂപ്പർ ഹിറ്റ്. നാട്ടിലെല്ലാരും ആ പാട്ടാണ് കേൾക്കണത്. ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഇതിന്റെ സംഗീതം തന്നെ. ആ പാട്ടിന് മികച്ച ഗാനത്തിലുള്ള തെക്കേടത്തമ്മ പുരസ്കാരം വരെ കിട്ടും. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഈ ജ്ഞാപകം തന്നെ പലതരത്തിലുണ്ട്. ഹമ്മിങ് ജ്ഞാപകം, നോർമൽ ജ്ഞാപകം, സാഡ് ജ്ഞാപകം, ഹാപ്പി ജ്ഞാപകം, പിന്നെ അവർ തന്നെ ഗവേഷണത്തിൽ കണ്ടുപിടിച്ച എന്തൊക്കെയോ ജ്ഞാപകങ്ങൾ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ജ്ഞാപകം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും കണ്ട് സഹിക്കാൻ വയ്യാതെ മുരളി ഇന്ദ്രധനുഷിന്റെ അടുത്ത് പോയി പറയും, എടോ അതിന്റെ ഫോട്ടോയിലെടാ, എനിക്കിപ്പോ ക്രെഡിറ്റ് വേണമെന്ന്. അത് കേട്ടതും ഇന്ദ്രധനുഷ്, നീ എടാ ഇളയരാജയോ, നിനക്കൊന്നും തരില്ല, നിന്നോട് ഞാനത് ആദ്യം പറഞ്ഞതല്ലേ എന്ന് പറയും. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ ചോദിച്ചതല്ലേ, ചോറുന്നില്ലേ ഞാൻ. അങ്ങനെ അവിടെ ഉണ്ടാക്കി മുരളി വെള്ളം അടിച്ച് വേണുവിന്റെ വീട്ടിൽ കയറി ചെല്ലും. വെള്ളം അടിച്ച പിന്നെ പറയണ്ടല്ലോ, അവിടെയും മലമ്പാക്കും. അങ്ങനെ വേണുവും മുരളി വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. അവസാനം വേണു അറിയുകയാണ് ജ്ഞാപകം ഉണ്ടാക്കിയത് നമ്മുടെ മുരളിയാണെന്ന സത്യം.
മോദകം. അതറിഞ്ഞതും വേണു പോയി ഇന്ദ്രധനുഷിനെ പോയി തല്ലും. എടാ നീ എന്റെ മുരളിയെ ചതിച്ചു അല്ലേടാ? എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെ അപ്പൊ അവന്റെ അമ്മയുടെ അവിടുന്ന് വേണു നേരെ മുരളിയെ കാണാൻ പോകും. ബട്ട് ഗൈസ് വിഷമം വന്നോണ്ട് മുങ്ങൽ മുരളി നാട് വിട്ടിട്ടുണ്ടാവും, കണ്ണൂരിക്കാവും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വേണുവും മുരളിയും പിന്നെയും കണ്ടുമുട്ടുകയാണ്. രണ്ടുപേരും തലയിൽ പൗഡറൊക്കെ ഇട്ട് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. ഈ കണ്ടുമുട്ടൽ ആഘോഷിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടി സരസ്വതി അമ്മളുടെ സാമ്പാർ സാധനം തിന്നാൻ പോകും. സാമ്പാർ സാധനം കഴിക്കും. സെൽഫ് ട്രോൾ. പിന്നീട് സിനിമയോടുള്ള അഗാധമായ പ്രേമം കൊണ്ട് മുരളിയും വേണുവും കൂടി ഒരു പ്രൊഡ്യൂസർ ഒപ്പിച്ച് പുതിയൊരു പടം പിടിക്കാൻ നിൽക്കുകയാണ്. ജീവിതഗാഥകൾ. ഈ പേര് കേട്ടാൽ തന്നെ പടം കാണാനുള്ള മൂഡ് പോകും. അങ്ങനെ പടം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊഡ്യൂസർക്ക് മനസ്സിലാവും ഒരു മലങ്കൾട്ടാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പൊ തന്നെ പ്രൊഡ്യൂസർ മുങ്ങും. പടം ക്യാൻസൽ ആയി ഗൈസ്. ആ വിഷമത്തിൽ മുരളി ഒരു കുന്നും പുറത്ത് കയറി നിന്ന് വയലിൻ വായിക്കുകയാവും. അത് കുന്നിന്റെ താഴത്തു കൂടെ പോകുന്ന റോഡിൽ ബെൻസ് എ ക്ലാസ്സിൽ ഗ്ലാസും കെട്ടിയിട്ട് AC ഇട്ട് പറപ്പിക്കുന്ന ഒരാൾ കേട്ട് ആ കുന്നും പുറത്തേക്ക് കയറി വരികയാണ് മുരളിയെ കാണാൻ. That's simply not possible. Why isn't it possible? It's just not. Why not, you stupid bastard? ആരായിരിക്കും അത്രയും ദൂരത്തു നിന്നും ആ വയലിൻ രാഗം കേട്ട് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടാവുക? Yes guys, Annie is back. How? How? എനിക്ക് തോന്നുന്നത് കാറിൽ പോകുമ്പോൾ ഏതാടാ കുന്നുംപുറത്ത് യേശുക്രിസ്തു എന്ന് വിചാരിച്ച് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി കുന്നു കയറി വന്നതാവുന്ന. അപ്പോഴാണ് ഇവിടെ മുരളി. ആനിനെ കണ്ടതും ദി ടോക്സിക് മുരളി ഈസ് ബാക്ക്. ഓ നീ ഇപ്പൊ ഭർത്താവിനെ കേട്ട് നല്ല സൂചിച്ച് ജീവിക്കുകയല്ലേ, ഞാനിപ്പോഴും പഴയ പോലെ സിനിമയുടെ പിന്നാലേക്ക് നടന്ന ആകെ മൂഞ്ചി തെറ്റിയിരിക്കുകയാണെന്ന് പറയും. Emotional damage. അത് കേട്ടതും ആൻ പറയും, ഇനി പ്രൊഡ്യൂസർ അന്വേഷിച്ച് നീ അലയണ്ട, എന്റെ ഭർത്താവ് വലിയ പണക്കാരനാണ്, അയാൾ വിചാരിച്ചാൽ ഒരു പ്രൊഡ്യൂസറിനൊക്കെ പുഷ്പം പോലെ ഒപ്പിക്കാൻ പറ്റുമെന്ന്. പുതിയ പ്രൊഡ്യൂസർ ആണെങ്കിലോ പഴയ പ്രൊഡ്യൂസറിന്റെ തനി പകർപ്പ്. അങ്ങനെ ഗൈസ് പുതിയ പ്രൊഡ്യൂസർ വന്നതും ദി മലങ്കൾട്ട് ഈസ് ബാക്ക് ഓൺ ട്രാക്ക്. പടം നല്ല രീതിയിൽ നടക്കും. അവസാനം റിലീസ് ഡേറ്റ് ആവാറായപ്പോഴേക്കും മുരളിക്ക് ടെൻഷൻ കയറും. പിന്നെ എന്താ സംഭവിക്കുക? മുരളി നാട് വിടും. ഈ യൂണിവേഴ്സിൽ നാട് വിട്ട കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. ഒന്നെങ്കിൽ കണ്ണൂരുണ്ടാവും അല്ലെങ്കിൽ ചെന്നൈയിലുണ്ടാവും. പിന്നെ എന്തിനാണ് നാട് വിടുന്നത്? അങ്ങനെ പടത്തിന്റെ റിലീസ് ദിവസമായി അന്ന് വേണു ഞാൻ മുരളിയുടെ ഒപ്പം തന്നെ ഇരുന്ന് സിനിമ കാണുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഊബർ വിളിച്ച് തമിഴ്നാട്ടിലേക്ക് മുരളിയെ തൂക്കാൻ വേണ്ടി യാത്രയാവും. ഊബർ ഡ്രൈവർ ആണെങ്കിലോ നല്ല വിനയമുള്ള ഒരു മനുഷ്യൻ. നല്ല റേറ്റിംഗ് കിട്ടാൻ വേണ്ടി വേണുവിനോട് ഒരു കുശലം ചോദിക്കും. പിന്നീട് നടന്നത് ഞാനിപ്പോ പറഞ്ഞ ഈ കഥ മൊത്തം വേണു ആ ഡ്രൈവറിന്റെ അടുത്ത് പറഞ്ഞ് വെറുപ്പിക്കും. നല്ല റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഇതൊക്കെ സഹിച്ചിരിക്കുന്ന ഡ്രൈവറുടെ ഒരു അവസ്ഥ. അവസാനം ചെന്നൈയിലുള്ള മുരളിയുടെ ഒളിത്താവളത്തിൽ അവരെത്തുകയാണ്. ഈ പെരിച്ചാഴിയൊക്കെ പുകച്ച് പുറത്തു ചാടിക്കുന്ന പോലെ മുരളി ആ വീട്ടിൽ നിന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടി വേണു ഒരു സംഭവം ചെയ്യും. ജ്ഞാപകം കേട്ടതും മുരളി പുറത്തു ചാടും. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുകയാണ്. അവസാനം പടത്തിന്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടി വിനീത തിയേറ്ററിന്റെ ഉള്ളിലേക്ക് അവർ പോകും. പടം കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരത, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേമാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.